സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ, കുടുംബങ്ങളിൽ തണുപ്പ് കാരണം ശ്വാസം മുട്ടാതെയും അല്ലാതെയും ഒക്കെ വിഷമിക്കുന്ന മാതാപിതാക്കൾ, ബന്ധുക്കൾ, നമ്മളെ സ്നേഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം കുറച്ചു മുമ്പ് എൻ്റെ ഒരു കൂടെ പഠിച്ച ഒരു ഉസ്താദ്, അവരുടെ ഉമ്മ വളരെ വിഷമത്തിലാണ്, ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ കഴിയുന്നില്ല, ഹോസ്പിറ്റലിൽ നിന്നൊക്കെ മടക്കി എന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ആ ഉമ്മാക്ക് ജീവിതമാണ് ഖൈറെങ്കിൽ ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അതല്ല അവരുടെ ഖൈറിൽ മരണമാണ് ഖൈറ് എങ്കിൽ ആഖിബത്ത് നന്നാക്കി അവരുടെ ഈമാൻ നീ സലാമത്താക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് പേര് കൊച്ചുങ്ങൾക്ക് സുഖമില്ല, കഫക്കെട്ടാണ്, പല പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും നിനക്കറിയാം, എല്ലാവരുടെയും വിഷമങ്ങളെ, പ്രയാസങ്ങളെ നീ ദൂരീകരിക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ക്ലാസിൻ്റെ അവസാന ഭാഗം മൗലിദോദിയ ശേഷം എല്ലാവർക്കും വേണ്ടി നമുക്കൊന്നുകൂടെ ദുആ ചെയ്യാം. കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞതായ ഭാഗം നിശാ നമസ്കാരം, രാത്രിയിലുള്ള നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവുമാണ്. ഉറങ്ങിയ ശേഷം സുബഹി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പായി ഉണർന്ന് നിസ്കരിക്കുന്നതിലുള്ള മഹത്വം, അതിൻ്റെ ശ്രേഷ്ഠത, മുൻഗാമികൾ ആ നിസ്കാരത്തിന് കൊടുത്തിരുന്ന സ്ഥാനം, പ്രാധാന്യം എന്നതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇന്ന് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗുന്യത്ത് എന്ന് പറയുന്ന ഒരു കിതാബിൽ 8 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ കൊണ്ടു നടന്നാൽ അവന് എത്ര വൈകിക്കടന്നാലും ഏത് സാഹചര്യത്തിലും നേരത്തെ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് എണീക്കാനുള്ള ഒരു ത്രാണി ഉണ്ടാകും എന്ന് മഹാൻ വിശദീകരിക്കുന്നുണ്ട്. ആ 8 കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് സ്വല്പനേരം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അതിനു മുമ്പ് കിഫായത്തുൽ അദ്കിയ എന്ന കിതാബിൽ ഒരു പദ്യം കാണാം, മഹത്തുക്കളായ ഇമാമുകൾ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഈ രാത്രിയിലുള്ള നിസ്കാരം അത് പരലോകത്ത് നമ്മളെ സഹായിക്കാനും സഹകരിക്കാനും ഒന്നും ആരുമില്ലാത്ത പരലോകത്തേക്കുള്ള ഒരു നിധിയാണ്. അവിടെ ദാരിദ്ര്യം പിടിച്ചു നിൽക്കുന്ന നമുക്ക് ഒരു നിധിയായി സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു മുതലാണ് സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം എന്ന് മഹാന്മാര് പറയുന്നു. ഫലറകഅതാനി മിനസ്വലാത്തി ബിലൈലത്തിൻ കൻസും ബിദാരിൽ ഖുൽദി യദ്വമ അംബല فاستكثرن من الكنوز لفاقة تأتي عليك ولا نسيب ولا രാത്രി നിസ്കരിക്കുന്ന 2 റക്അത്ത് നിസ്കാരം അത് ശാശ്വത വീട്ടിലേക്ക് തയ്യാർ ചെയ്യുന്ന, അതായത് പരലോകത്തെ വീട്ടിലേക്ക് തയ്യാർ ചെയ്യുന്ന നശിക്കാത്ത അത്യുത്കൃഷ്ടമായിട്ടുള്ള ഒരു നിധിയാകുന്നു. ആ നിധി കൊണ്ട് തന്നെ ഒരാൾക്കും ഒരു സഹായിയും ഒരു ബന്ധുവുമില്ലാത്ത ആ ഒരു ഘട്ടത്തിൽ അവിടെ ആ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആ ഘട്ടങ്ങളിലേക്ക് 2 റക്അത്ത് നിസ്കാരമെങ്കിലും നിസ്കരിച്ചുകൊണ്ട് രാത്രിയിലുള്ള നിസ്കാരം നിർവഹിച്ചുകൊണ്ട് ആ നിധി നിങ്ങൾ സ്വരൂപിച്ചു വെക്കണേ എന്ന് ഒരു കവിതയിലൂടെ മഹാന്മാര് നമ്മോട് പറയുന്നു. അപ്പൊ അത്രയും മഹത്വമുണ്ടതിന് എന്നാണ്. നിധി എന്താണ്? ആ നിധിയാണ് നിസ്കാരം. ഏത് നിസ്കാരം? രാത്രിയിലുള്ളതായ നിസ്കാരം. അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. ഇപ്പൊ നമുക്കൊക്കെ നിസ്കരിക്കാൻ ഒരുപാട് സമയമുണ്ടല്ലേ? രാത്രി ഒരു 10 മണിക്കൊക്കെ കിടന്നുറങ്ങിയാൽ നേരം വെളുക്കൂല. അത്രയും 5:27 5:27 ബാങ്ക്. അപ്പൊ അത്രയും സമയം നമുക്ക് രാത്രിയുണ്ട്. ഒരു 5 മണിക്ക് എണീറ്റാൽ പോലും വളരെ സിമ്പിളായി നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കാം. ഒന്ന് പരിശീലിക്കുക, നേരത്തെ എണീക്കുക മുഅ്മിനായ ഒരു മനുഷ്യന്റെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. അല്ലാഹു തആല അതിനുള്ള ഒരു തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. അപ്പൊ അതിനുതകുന്ന 8 കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. അതിലൊന്നാമത്തത് എന്താണ്? ഹലാല് മാത്രം ഭക്ഷിക്കുക.
ഒന്നാമത്തെ കാര്യം കിടക്കുന്നതിന്റെ മുമ്പ് മാത്രം ചെയ്യേണ്ട കാര്യമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണം അത് ഹലാലായിരിക്കണം. ഇത് പറയുന്ന കാലത്തൊക്കെ എല്ലാരും ഹലാല് തന്നെ കഴിക്കണത്. ഇപ്പൊ നമുക്കത് പറയാൻ പറ്റൂല. ഭക്ഷണ കാര്യത്തില് ഹലാല് ഹറാമ് തീരെ മൈൻഡ് ചെയ്യാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെയൊക്കെ കുറഞ്ഞ കാലം, ഒരു 10-20 കൊല്ലം മുമ്പത്തേക്ക് നമ്മളൊന്ന് ചിന്തിച്ചാൽ, നമ്മളൊക്കെ ഒരു കോഴിയിറച്ചി തിന്നണമെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കുന്ന കോഴിയെ വാപ്പ അറുത്താൽ ചിലപ്പോ ഭാര്യ തിന്നൂല. അങ്ങനെയായിരുന്നു. അത് അറുക്കണമെങ്കിൽ പള്ളിയിലെ മൊല്ലാക്ക് അറുക്കണം, അല്ലെങ്കിൽ ആ നാട്ടിൽ ഒരാളുണ്ടാവും കോഴീനെ അറുക്കണേ, അയാളുടെ അടുത്തേക്ക് ഈ കോഴിനെയും പിടിച്ചുകൊണ്ട് പോകും. ഇനി ഇവിടെ ഉണ്ടായിരുന്നോന്ന് എനിക്കറിയില്ല, എന്റെ നാട്ടിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. കോഴിനെയും പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോയി കോഴിനെ ഇറക്കാനൊരു കാക്ക ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ, ഒരു വല്ലിപ്പ എന്ന് പറയും, മരണപ്പെട്ടു. അല്ലാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാവട്ടെ. അല്ലെങ്കിൽ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ആള്. ഇവരറുത്താലേ നമ്മളത് തിന്നുള്ളൂ. ഇന്ന് അങ്ങനെ നിബന്ധനയൊന്നുമില്ല ഇസ്ലാമിൽ. മുസ്ലിമായ ആരറുത്താലും നമുക്ക് ഭക്ഷിക്കാം, അതാണ് നിയമം. എന്നാൽ നമ്മുടെ ഈ അടുത്ത തലമുറ, ഇപ്പോഴുള്ള എനിക്ക് വരെ അനുഭവം ഉണ്ടെങ്കിൽ ഒരു 20 കൊല്ലം മുമ്പ് വരെയൊക്കെ നമ്മുടെ നാട്ടിൽ ഭക്ഷിക്കുന്നത് അത് ഹലാലിന് പ്രാധാന്യം കൊടുത്തിരുന്നു. ഹലാലാണെങ്കിൽ അത് കഴിക്കുള്ളൂ, എന്തെങ്കിലും എവിടെയെങ്കിലും കിട്ടുന്നതൊന്നും കഴിക്കുമായിരുന്നില്ല. ഇപ്പൊ നമ്മൾ ഏത് ഹോട്ടലിൽ ചെന്നാലും അല്ലെങ്കിൽ മറ്റുള്ള കടകളിൽ ചെന്നാലും അവിടെയുള്ള മാംസങ്ങൾ ആരാണ് അറുത്തത്, എങ്ങനെയാണ് കൊണ്ടുവന്നത്, ഒരു നോട്ടമല്ല. ആ വക നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. അധിക കോഴിക്കടയിൽ നിൽക്കുന്നത് ഭായിമാരായിരിക്കും, ചിലപ്പോ മുസ്ലിം ആയിരിക്കാം, ചിലപ്പോ അല്ലാതിരിക്കാം. അവരറുത്തു, അതാരാ അറുക്കുന്നത് അതൊന്നും നമ്മൾ നോക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൽ വെളുപ്പിന് എണീക്കാൻ കഴിയുന്ന കാര്യത്തിൽ ഒന്നാമതായി ഓസുലാലം റളിയല്ലാഹു അൻഹു പറയുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ഹലാലാവണം. അതൊരു കോഴിയുടെ കാര്യം മാത്രം പോരാ. നമ്മുടെ ജോലി കള്ളം പറഞ്ഞിട്ടാണോ, വഞ്ചിച്ചിട്ടാണോ, ഒരാളെ പറ്റിച്ചിട്ടാണോ, ആ കാശ് കൊണ്ടൊന്നും നമ്മൾ എന്തെങ്കിലും കഴിച്ചാൽ അതൊന്നും ഹലാലല്ല. ഉദാഹരണം പറയാ, നമ്മളൊരു ഓട്ടോ വിളിച്ചു, ബസ്സിൽ യാത്ര പോവുകയാണ്. 100 രൂപ നമ്മൾ കൊടുത്തു, 80 രൂപയാണ് ആയത് എന്ന് സങ്കല്പിക്കുക. ഓട്ടോക്കാരൻ അല്ലെങ്കിൽ ബസ് കണ്ടക്ടർ 500 രൂപയാണെന്ന് വിചാരിച്ച് 420 രൂപ മടക്കി തന്നാൽ, അല്ലെങ്കിൽ ഒരു കടയിൽ ചെന്ന് ഇങ്ങനെ നമുക്ക് മടക്കി തന്നാൽ അത് നമുക്ക് ഹലാലല്ല. ആ കാശ് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെ ഇനി ഓരോന്നോരോന്ന് നമ്മൾ അങ്ങോട്ട് മനസ്സിലാക്കിയാൽ, ഹലാലല്ലാത്ത ഭക്ഷണം ഒരു മനുഷ്യൻ കഴിച്ചാൽ അവനക്ക് സുബഹിയുടെ മുമ്പ് എണീക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒന്നാമത്തത് മഹാൻ പറയുന്നത്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അത് ഹലാലാക്കണേ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. രണ്ടാമത്തത്, സദാസമയവും പശ്ചാത്താപ മനസ്ഥിതി വെച്ച് പുലർത്തുക. എന്തെങ്കിലുമൊക്കെ ഒരു അപാകത നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ, പടച്ചവനെ അതെനിക്ക് നീ പുറത്തു തരണേ, അതെനിക്ക് നീ അഫ്വ് ചെയ്തു തരണേ എന്ന ഒരു മനസ്സ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുക. ചില ആളുകളൊക്കെ മനസ്സിലാക്കിയത്, ഏതെങ്കിലും ഇപ്പോൾ ഒരു തിന്മ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം ഇരുന്ന് അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ എന്ന് കുറെ വട്ടാണ് പറഞ്ഞ്, അപ്പൊ അല്ലാഹു തആല എനിക്ക് പുറത്തു തന്നു. പിന്നെ തിന്മ ഞാൻ അള്ളാഹിനോട് പൊറുക്കലിന് തേടിയില്ലേ, ഇനി അള്ളാഹിന്റെ കടമയാണ് എനിക്ക് പുറത്തു തരല് എന്നുള്ളിടത്തോളം അവരുടെ സംസാരത്തിന്റെ ധ്വനി. അങ്ങനെയല്ല. ബഹുമാനപ്പെട്ട അബുൽ ബഷർ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയുന്ന ഭാഗത്ത് കാണാം, മഹ്ശറയിൽ നമ്മൾ വിചാരണ നടത്തി സ്വർഗത്തിലെങ്കിൽ സ്വർഗത്തിലെ, നരകത്തിലേക്കെങ്കിൽ നരകത്തിലേക്ക്, ഇവിടെ നിന്ന് കഴിച്ചിലാവണം എന്നുള്ള നിലക്ക് ശുപാർശ പറയുമ്പോ ആദം നബി അലൈഹിസ്സലാം പറയുന്നത്, മഹ്ശറയിലെത്തിയിട്ടും പറയുന്നത് എന്താ, അള്ളാഹു വിലക്കപ്പെട്ട ഒരു കനി ഞാൻ ഭക്ഷിച്ചിട്ടുണ്ട്, അതിന്റെ പേരിൽ അള്ളാഹുവിനോട് ദേഷ്യപ്പെടുമോ എന്ന് എനിക്ക് ഭയമുണ്ട്, അതുകൊണ്ട് അള്ളാഹിനോട് നിങ്ങളുടെ കാര്യം റെക്കമെൻഡ് ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്നാണ് ആദം നബി അലൈഹിസ്സലാം പറയുന്നത്. എന്നാൽ ഈ ആദം നബി ഈ കനി ഭക്ഷിച്ചതിന്റെ പേരിൽ ഭൂമിയിലേക്ക് വന്ന് പിന്നെ മരണം വരെ, വഫാത്താകുന്നത് വരെ മഹാനവറുകൾ അതിന്റെ പേരിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ കുറെ അസ്തഗ്ഫിറുല്ലാ പറഞ്ഞ് അതല്ല എനിക്ക് പുറത്തു വന്നിട്ടുണ്ടാവും.
പുറത്ത് തന്നിട്ടുണ്ടാകും എന്ന ശുഭപ്രതീക്ഷ നല്ലതാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് പുറത്ത് തന്നു എന്നിട്ട് ഉറപ്പിക്കുകയാണ്, പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അത് അങ്ങനെയല്ല. നമ്മൾ ദുആ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഏതെങ്കിലും സമയത്ത് ചെയ്തു പോയ അപാകതകൾ ഉണ്ടെങ്കിൽ ആ അപാകതകളൊക്കെ മനസ്സിൽ കൊണ്ടുവന്ന്, പഠിച്ചവനെ അന്ന് ഞാൻ എൻ്റെ അറിവില്ലായ്മ കൊണ്ട്, എൻ്റെ ബുദ്ധിമോശം കൊണ്ട് അങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്, എനിക്ക് പുറത്തു തരണേ, എനിക്ക് പുറത്തു തരണേ അല്ലാ എന്നുള്ള ഒരു ചിന്ത അവന്റെ ഖൽബിൽ ഉണ്ടാവുക. എപ്പോ ദുആ ചെയ്യുമ്പോഴെങ്കിലും ആ ഒരു ചിന്ത അവന്റെ ഹൃദയത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് നടന്ന ഒരു മനുഷ്യനും സുബഹിന്റെ മുമ്പ് എണീക്കാൻ കഴിയും. മാത്രമല്ല, ഈ ഇസ്തിഗ്ഫാറിന് വലിയ മഹത്വം ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം നമുക്കൊക്കെ അറിയാം, മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട്, മത്സ്യത്തിന്റെ കയറ്റ് കിടന്നപ്പോ മരണപ്പെട്ടു പോകൂലേ എന്നൊക്കെ ചോദിക്കാം. അത് അല്ലാഹുവിന്റെ മുഅ്ജിസത്താണ്. മഹാനവറുകൾ നീനവ എന്ന് പറയുന്ന ഒരു നാട്ടിലേക്കാണ് അല്ലാഹു നിയോഗിച്ചത്. ആ നാട്ടുകാരൊക്കെ കുറെ ദീനിലേക്ക് ക്ഷണിച്ചു, ഒരുപാട് ക്ഷണിച്ചു. പക്ഷെ മഹാനവറുകൾ പറയുന്നതൊന്നും അവർ കേട്ടില്ല. അങ്ങനെ എത്ര പറഞ്ഞിട്ടും അനുസരിക്കാതായപ്പോ, നമുക്കൊരു മനുഷ്യനല്ലേ, പറഞ്ഞിട്ട് കേൾക്കാതായപ്പോ ആ നാട്ടിൽ നിന്ന് മഹാനവറുകൾ പോവുകയാണ്. ഒരു പ്രവാചകർ അങ്ങനെ ആ നാട്ടിൽ നിന്ന് പോകണമെങ്കിൽ അള്ളാന്റെ അനുമതി ഇല്ലാതെ പോകാൻ പാടില്ല. നമ്മുടെ ദൃഷ്ടിയിൽ തെറ്റല്ല നമ്മുടെ ദൃഷ്ടിയിൽ അങ്ങനത്തെ ഒരു കാര്യം. മഹാനവറുകൾ അള്ളാന്റെ അനുമതി ഇല്ലാതെ എത്ര ക്ഷണിച്ചിട്ടും നന്നാവാത്ത ആ നാട്ടുകാരിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി ഒരു കപ്പലിൽ കയറി യാത്ര പോവാണ്. കപ്പലിൽ കയറി യാത്ര പോയപ്പോ തിരമാലകളെല്ലാം അടിച്ച് കപ്പൽ ഒലയാൻ തുടങ്ങി. അപ്പൊ ആ കപ്പലിലുള്ള ആളുകൾ ചരക്ക് കൂടുതലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ചരക്കുകൾ കടലിലേക്ക് എറിയാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരുപാട് ചരക്കുകൾ എറിഞ്ഞു. എന്നിട്ടും ആട്ടം നിൽക്കുന്നില്ല. പിന്നെ മനുഷ്യന്മാരെറിയണമെന്നാണ് അടുത്ത നിയമം. അങ്ങനെ അതിനെ ആരെറിയും? അവർ നറുക്കിട്ടപ്പോ യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ പേരാ കിട്ടിയത്. അപ്പൊ ആ സമയം കൊണ്ട് സൽസ്വഭാവിയും മഹാനവറുകളുടെ ആ വ്യക്തിത്വമൊക്കെ കണ്ടപ്പോ ഇദ്ദേഹം മാന്യനായ ഒരു വ്യക്തിയാണ്, ഇദ്ദേഹത്തെ നമുക്ക് ഇടണ്ട എന്ന് മനസ്സിലാക്കി വീണ്ടും നറുക്കിട്ടു. അപ്പോഴും യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ പേര് തന്നെ കിട്ടിയത്. അങ്ങനെ മഹാനവറുകളെ ഈ സമുദ്രത്തിലേക്ക് ഇട്ടു. അങ്ങനെ വലിയ ഒരു മത്സ്യം വന്നുകൊണ്ട് മഹാനവറുകളുടെ വിഴുങ്ങി എന്ന് മാത്രമല്ല, സാധാരണ വെള്ളത്തിന്റെ അടിയിൽപ്പെട്ടാൽ തന്നെ മനുഷ്യൻ മരിച്ചു പോകും. മരണപ്പെട്ടില്ല. മത്സ്യവയറ്റിന്റെ അകത്തിൽപ്പെട്ടു. എന്നിട്ടും മഹാനവറുകൾ മരണപ്പെട്ടില്ല. അകത്ത് പെട്ടപ്പോ മഹാനവറുകൾ അല്ലാഹുവിനോട് അതുവരെ എന്നിൽ നിന്ന് വന്ന ആ അപാകത ഓർത്തുകൊണ്ട് കേട് പറഞ്ഞു എന്നാണ് ഖുർആൻ പറയുന്നുണ്ട്. ആ സംഭവം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ ആരാധനക്കുള്ള അർഹത നിനക്ക് മാത്രമാണ്, വേറൊരാളും അതിനില്ല. സുബ്ഹാനക, നീയാണ് പരിശുദ്ധൻ. സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽ പെട്ടുപോയി അല്ലാഹ് എന്ന് പറഞ്ഞ് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലിയെന്നാണ്. അങ്ങനെ ആ മത്സ്യം മഹാനവറുകളെ ഈ കരയിൽ കൊണ്ടുവന്ന് തുപ്പിക്കളഞ്ഞു. അങ്ങനെ ആരോഗ്യം വീണ്ടെടുത്ത് വീണ്ടും ആ നാട്ടിലേക്ക് തന്നെ ചെന്നു എന്നാണ്. ആ നാട്ടിൽ നിന്ന് പോരുമ്പോ മഹാൻ പറഞ്ഞിരുന്നു, ഞാൻ പറയുന്നത് അനുസരിച്ചില്ല എങ്കിൽ 3 ദിവസത്തിനുള്ളിൽ അള്ളാന്റെ ശിക്ഷ നിങ്ങൾക്ക് ഇറങ്ങും എന്ന് പറഞ്ഞിരുന്നു ആ നാട്ടുകാരോട്. അങ്ങനെ ഇതും പറഞ്ഞ് യൂനുസ് നബി അലൈഹി സ്വലാം പോയി. 3-ാമത്തെ ദിവസമായപ്പോ അന്തരീക്ഷമാകെ ഇരുണ്ടു, കാർമേഘങ്ങൾ വന്നു, എന്തോ ഭയാനകത അവർ അനുഭവപ്പെട്ടു. അപ്പൊ അവർക്ക് മനസ്സിലായി നമ്മുടെ പ്രവാചകർ പറഞ്ഞതനുസരിക്കാത്തത് കൊണ്ടാണ്. അള്ളാഹിനോട് തൗബ ചെയ്തു. അള്ളാഹു തആല തൗബ സ്വീകരിച്ചു, അവരെ നശിപ്പിച്ചില്ല. ഇത് യൂനുസ് നബി അലൈഹി സ്വലാം അറിഞ്ഞിട്ടില്ല. അങ്ങനെ അവർ നശിക്കാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. അല്ലാഹു തആല അറിയിച്ചു കൊടുത്തു. മത്സ്യം തുപ്പിയ അവിടെ കുറച്ചു ദിവസം താമസിച്ച് ആരോഗ്യം വീണ്ടെടുത്ത് ആ നാട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി എന്നാണ്. ഇത് ഞാൻ സംഭവം പറഞ്ഞത്, ആ മത്സ്യവയറ്റിൽ കിടന്നുകൊണ്ട് യൂനുസ് നബി അലൈഹി ഇസ്ലാം ചെയ്ത ദുആ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ.
നമ്മൾ എന്തെങ്കിലുമൊക്കെ അതിക്രമം അള്ളാഹിനോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അതിക്രമം മനസ്സിലോർത്തുകൊണ്ട് സുബ്ഹാനക ഇന്നി, അല്ലാഹുവേ നീയാണ് പരിശുദ്ധൻ, ഞാൻ അക്രമങ്ങളിൽ പെട്ടുപോയി, എനിക്ക് പുറത്തു തരണം എന്ന ആ ഒരു ആശയം വരുന്ന വാക്യം പറയുക. ഇത് പറയുന്നതിലൂടെ ഒരുപാട് നന്മ നമുക്ക് നേട്ടങ്ങൾ ദുനിയാവിൽ ഉണ്ടാകും. നബി തങ്ങൾ പറയുന്നു, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ പതിവാക്കിയാൽ അവന്റെ എല്ലാ കാര്യവും അല്ലാഹു തആല ശരിയാക്കി കൊടുക്കുന്നതാണ്. സാമ്പത്തിക പ്രയാസം, ബുദ്ധിമുട്ടുകളും ഒക്കെ സ്വഹീഹായ ഹദീസ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ടായിരുന്നു എന്നാണ്. 100 മറ, 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ടായിരുന്നു. ഇത് ജീവിതത്തിൽ പതിവാക്കുക, ഒരുപാട് മാറ്റം ഉണ്ടാവും. ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മൾ ഏതായാലും പള്ളിയിലൊക്കെ വരുമ്പോൾ ഇഖാമത്തൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ മറ്റുള്ള ചിന്തകളൊക്കെ ഒന്നങ്ങോട്ട് മാറ്റി നമ്മൾ ചെയ്തു പോയ അപാകതകൾ മനസ്സിലിങ്ങനെ കൊണ്ടുവന്ന് അസ്തഗ്ഫിറുല്ലാഹ്, അതിന്റെ അർത്ഥം അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ, നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു എന്നാണ്. നമ്മൾ ചെയ്ത അപാകത മനസ്സ് കൊണ്ടുവന്ന് പഠിച്ചവൻ അതെനിക്ക് പുറത്തു തരണേ, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന ഒരു വിനയത്തോടെയുള്ള വാക്ക് പറയാ വലിയ മഹത്വമുണ്ട് എന്നാണ് അതിന്. എത്ര വലിയ അപാകതകൾ ചെയ്താലും അല്ലാഹു തആല പുറത്തു തരും. അല്ലാഹു തആല അങ്ങനെയുള്ള ഒരു മനസ്സ് നമുക്ക് പ്രദാനം നൽകുമാറാവട്ടെ. അപ്പൊ ഒന്നാമത്തത് ഹലാല് മാത്രം ഭക്ഷിക്കുക. രണ്ടാമത്തത് അവന്റെ ജീവിതത്തിൽ അവന്റെ ഇസ്തിഗ്ഫാർ, പാപമോചനം എന്നുള്ള ഒരു പശ്ചാത്താപ മനസ്ഥിതി അവൻ കൊണ്ട് നടക്കുക. എന്നാലും അവൻ എണീക്കാൻ കഴിയും. മൂന്നാമത് മഹാൻ പറയുന്നത് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പരമാവധി ഒഴിവായി നിൽക്കുക. സംശയാസ്പദമായ വസ്തുക്കളൊന്നും നീ ചെയ്യാതെ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കുക. തെറ്റ് ചെയ്തുകൊണ്ട് അവന് നന്നാവാൻ കഴിയില്ല. തെറ്റ് ചെയ്തവന് നന്നാവാം. തെറ്റും ചെയ്യും, പിന്നെ എനിക്ക് നന്നാവും വേണമെന്ന് രണ്ടും പാടെ നടക്കൂല എന്നാണ്. അധികം നമ്മുടെ മനസ്സിൽ എങ്ങനെ ഉണ്ടാവും, ഒന്നും കൂടെ നമുക്ക് ചെയ്യാം, എന്നിട്ട് നാളെ മുതൽ നന്നാവാം. പല കുട്ടികളോടൊക്കെ ചെറുപ്പക്കാരോടും പറയും, ഉസ്താദേ ഞങ്ങൾ എന്നും കൂടെ നന്നാവാം, നാളെ മുതൽ ശരിയാവാം. കുട്ടികളോടൊക്കെ പള്ളിയിൽ വരണം എന്ന് പറഞ്ഞു, ഉസ്താദ് എന്നൊരു കളിയുണ്ട്, നാളെ മുതൽ വരാം. ഈ നാളേക്കൊക്കെ വെച്ചാൽ അത് നടക്കൂല, അപ്പൊ തുടങ്ങണം, എന്നാലേ നടക്കണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മൾ സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങൾ, തെറ്റുകുറ്റങ്ങൾ പരമാവധി ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി ജീവിക്കാൻ കഴിയുക, ശ്രമിക്കുക. രണ്ടും പാടെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. നിസ്കരിക്കുക. ചില പഴയ കാലത്തൊക്കെ ചില ആളുകൾ പറയുന്ന സീരിയലൊക്കെ തുടങ്ങിയ സമയത്ത് സീരിയൽ കാണുന്നതിൻ്റെ ഇടയിൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ വേഗം പോയി എന്ത് ചെയ്യും, പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞ് വീണ്ടും അതിനുള്ളിൽ വന്നിരിക്കുന്നതാണ്. അതൊക്കെ വല്ലാത്ത ജാതി നിസ്കാരം. അങ്ങനെ ഉണ്ട്, തമാശ. അത് കൽബിലേക്ക് ഇറങ്ങൂല. അതൊരു കാട്ടിക്കൂട്ടൽ എന്നേ അതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. തെറ്റുകുറ്റങ്ങളിൽ വിട്ടു നിന്നാലേ നന്നാവാൻ കഴിയുള്ളൂ. ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ അറിയാതെ പെട്ടുപോകും. ചില തിന്മകളിലൊക്കെ ചെയ്തിട്ടുണ്ടാവും, അവന് നന്നാവാം. പക്ഷെ ഇപ്പൊ കുറച്ച് ഹറാം ചെയ്യാം, അത് കഴിഞ്ഞ് പള്ളിയേക്ക് പോവാ, നിസ്കാരം കഴിഞ്ഞ് വീണ്ടും അത് ചെയ്യാം. ഇത് നിസ്കരിക്കാൻ പോകുമ്പോഴും ഇവന്റെ മനസ്സിലുള്ളത് എന്താണ്, അത് കഴിഞ്ഞ് വന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് ഇത് ചെയ്യണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ അവൻ അത് ശരിയാവൂല. അവന് അത് ചില ആ നിസ്കാരങ്ങളും ആ പള്ളിയിൽ പോക്കൊക്കെ ചില സ്വാർത്ഥത താല്പര്യങ്ങൾക്കാണ്, അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടാനുള്ളതല്ല. അങ്ങനെയായാൽ ഒരാൾക്ക് സുബഹിയുടെ മുമ്പ് എണീക്കാൻ കഴിയില്ല. ഞാൻ ചുരുക്കി പറയുകയാണ്. നാലാമത്തതോ, മരണത്തെയും പരലോകത്തെയും കുറിച്ച് അവൻ ഇടക്കൊക്കെ ഒന്ന് ചിന്തിക്കണം. മരണത്തെക്കുറിച്ച് ചിന്തിക്കുക, പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുക. അതിന് ഏറ്റവും നല്ലത് നമ്മളെ ബന്ധുക്കൾ ആരെങ്കിലും ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ അവിടേക്ക് ഒന്ന് പോയി നോക്കിയാൽ മതി. ഇനി ആരും ഇല്ലെങ്കിലും ചില ജനറൽ ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് കയറാവുന്ന ഏരിയകളിലൊക്കെ ഒന്നും കൂടെ പോയി പോന്നാൽ നമ്മുടെ സങ്കടങ്ങളും ഒരുപാട് മാറും. തിന്മ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി നമ്മുടെ കൽബിൽ നിന്നൊക്കെ പോകും. നമ്മുടെ സൃഷ്ടിപ്പുകൾ ഈ ലേബർ റൂമിന്റെ ഒക്കെ ഫ്രണ്ടിൽ നിന്നാൽ വല്ലാത്തൊരവസ്ഥയാണ്. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയപ്പോ കുറച്ച് സമയം അവിടെ നിൽക്കേണ്ടതായിരുന്നു. എൻ്റെ ഒരു സഹോദരി 5-ാം മാസമായിരുന്നു, ഗർഭിണിയായിരുന്നു. അപ്പോ
സ്കാനിങ്ങിന് പോയതാണ്. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടി മരണപ്പെട്ടു പോയി 5-ാം മാസത്തിൽ. അപ്പൊ ഈ കഴിഞ്ഞ എൻ്റെ ഈ നാട്ടിൽ പോക്കില് കഴിഞ്ഞ ശനിയാഴ്ച അതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിന്റെ ആ മുന്നില് പിന്നെ ഇത് വെക്കാനത് പ്രസവിക്കാനുള്ള മരുന്ന് കൊടുത്ത് പിറ്റ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് അത് പ്രസവിച്ചു പോകുന്നത്. അതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മരുന്ന് കുത്തിവെച്ച് നടക്കം, ഗർഭിണികളായിട്ടുള്ള ആളുകളുള്ള നടത്തവും അവരുടെ ആ ഒരു ഞരക്കവും പ്രയാസവും, ഇങ്ങനെ മനുഷ്യന്റെ സൃഷ്ടിപ്പുകൾ, മനുഷ്യന്റെ പ്രയാസങ്ങൾ, ഇതിലൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുകയും അങ്ങനെ അനുഭവിക്കുന്ന ആളുകളുടെ അടുത്ത് പോവുകയും അവരെയൊക്കെ ഒന്ന് കാണുകയും ചെയ്താൽ നമുക്ക് തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാൻ കഴിയും. ഇത് നമ്മളിൽ പരലോക ചിന്തയുണ്ടാക്കും. ഈ ലോകത്തിൽ നിന്ന് ഞാൻ മരിച്ചു പോവേണ്ട ആളാണല്ലോ എന്ന ഒരു ബോധവും ഉണ്ടാക്കും. ഈ 2 ബോധവും ഒരു മനുഷ്യനിൽ ഉണ്ട് എങ്കിൽ അവൻ തെറ്റുകുറ്റങ്ങളിലേക്ക് പോവുകയില്ല. ഈ ഒരവസ്ഥ അവനിൽ ഉണ്ടായാൽ അവന് സുബഹിന്റെ മുമ്പ് എണീക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു, അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ചുരുക്കി പറയാം, അടുത്തത് മഹാൻ പറയുന്നത് എന്താണ്? നാളെ മരണത്തെയും പരലോകത്തെയും കുറിച്ചുള്ളതായ ഓർമ്മകൾ അവന്റെ കൽപ്പിലേക്ക് ഇടക്കിടക്ക് കൊണ്ടുവരണം. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അതുകൊണ്ട് ഉതകുന്നു. മാത്രമല്ല പരലോകത്തെ കുറിച്ചുള്ള ചിന്തകൾ നന്മകൾ ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കുകയും ചെയ്യും. 5-ാമത്തത് മഹാൻ പറയുന്നത് ആഹാരപാനീയങ്ങളുടെ അളവ് കുറക്കുക. കുറച്ചു മുമ്പ് നമ്മളൊരു ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഭക്ഷണങ്ങളുടെ അളവ് കുറക്കുക. ഇപ്പൊ നമുക്കെല്ലാം കാണാനും അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. നമ്മളെ വയറ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇങ്ങോട്ട് ഈ വാര്യലിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴെ പുക്കളിന്റെ അങ്ങേയറ്റം വരെ നമ്മളെ വയറാന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമ്മുടെ ആമാശയം എന്ന് പറയുന്ന സാധനം വളരെ ചുരുക്കാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ വൻകുടലും ചെറുകുടലും ഒരുപാട് ഭാഗങ്ങൾ അവിടെ കെട്ടിപ്പടഞ്ഞു കിടക്കുന്നുണ്ട്. യൂട്യൂബിൽ നമ്മുടെ വയറിനെ കുറിച്ചൊക്കെ നമ്മളൊന്ന് അടിച്ചു കൊടുത്താൽ നമ്മളെ ഭക്ഷണത്തിനുള്ള ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയതാണ്. അത് ഫുള്ളാക്കി കഴിഞ്ഞാലുള്ള രോഗം കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ, റസൂലുള്ളാഹി പറഞ്ഞില്ലേ 3/3 ഭാഗമേ ഭക്ഷണം കഴിക്കാവുള്ളൂ എന്ന്. അത് ആരോഗ്യകരമാണ്. കാണാൻ ചിലപ്പോ നല്ല വണ്ണവും തടിയും കവിളിങ്ങനെ തുടുത്തിരിക്കൊന്നുമില്ല, പക്ഷെ അവനെല്ലാം ചെയ്യാൻ കഴിയും, ആരോഗ്യം ഉണ്ടാവും. മിതത്വം ശീലിക്കുക, ഭക്ഷണത്തിൽ ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുക എന്ന ഒരു നില സ്വീകരിച്ചാൽ നിനക്ക് സുബഹിയുടെ മുമ്പിൽ എണീക്കാം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സുബഹിയുടെ മുമ്പ് എണീക്കൽ മാത്രമല്ല, നമ്മുടെ ആരോഗ്യവും നിലനിർത്താൻ കഴിയും എന്നുള്ളതാണ്. ഇനി ആറാമത്തത് മഹാൻ പറയുകയാണ്, 5-ാമത്തത് ആഹാരപാനീയങ്ങളുടെ അളവ് കുറക്കുക. 7 പകൽ സമയത്ത് ഉച്ചക്ക് മുമ്പായി കൊണ്ട് ഒരു മനുഷ്യൻ സ്വൽപ്പം ഉറങ്ങുക, കുറഞ്ഞ ടൈം ഉറങ്ങുക. കൈലൂലത്തിന്റെ ഉറക്ക് എന്ന് പറയും. അപ്പൊ ഈ ജോലിക്ക് പോകുന്ന ഒന്നും പറ്റൂലല്ലോ ഉസ്താദെ, അപ്പൊ ഞങ്ങളമാരെല്ലാവർക്കല്ലേ പറ്റുള്ളൂ. വലിയ ഉറക്കമൊന്നുമല്ല, ചെറിയ ഒരു ഉറക്കം മതി, ഒരു 10 മിനിറ്റ്. അതൊന്ന് ശീലിച്ചു നോക്കിയേ. രാത്രി നമ്മൾ എത്ര ഉറക്കമളച്ച ക്ഷീണമാണെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടൂല. ഒന്ന് പരീക്ഷിച്ചു നോക്കിയാൽ മതി. രാത്രി ഏതെങ്കിലും ഒരു ദിവസം ഉറക്കമളച്ചിട്ടുണ്ടെങ്കിൽ പകല് ഫുള്ള് കടന്നുറങ്ങിയാലും അതിന്റെ ക്ഷീണം മാറൂല. നേരെ മറിച്ച് ദുഹറിന്റെ മുമ്പായിട്ട് ഒരു 11 മണിയുടെയും 1 മണിയുടെയും ഇടയിലായിട്ട് ചെറുതായിട്ട് ഒന്ന് കിടന്നുറങ്ങിയാൽ അവന്റെ ക്ഷീണമെല്ലാം മാറും. ധൈര്യമായിട്ട് അവന് അടുത്ത രാത്രി ഫുള്ള് ഉറങ്ങിയതാണെങ്കിലും ഉറക്കമിളച്ചതാണെങ്കിലും അവന് സുബഹിയുടെ മുമ്പ് എണീക്കാൻ കഴിയും, ഉറപ്പാ. കൈലൂലത്തിന്റെ ഉറക്കം എന്നാണ് അതിന് പറയാ. മഹത്തുക്കളായ ഇമാമുകൾ രാത്രിയിൽ തഹജ്ജുദ് നിസ്കാരത്തിനും ഖുർആനോത്തിനുമൊക്കെ ഉപയോഗിച്ച് ധാരാളം ഉറക്കമിളച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു പരിഹാരമായിട്ട് അല്ലാഹു തആല നമുക്ക് നിശ്ചയിച്ചതാണ്. അല്ലാഹു തആല പറഞ്ഞു തന്ന മരുന്നാണ്. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാതെ ഇബാദത്ത് ചെയ്താൽ അതിന്റെ കോട്ടവും അതിന്റെ പ്രയാസവും ശരീരത്തിന് ഏൽക്കാതിരിക്കാനുള്ള ഒരു മറുമരുന്നാണ് ഈ പറഞ്ഞത്. അത് ളുഹർ കഴിഞ്ഞാൽ കിട്ടൂല, സുബൈ കഴിഞ്ഞ ഉടനെ തന്നെ ഉറങ്ങിയാലും കിട്ടൂല. ളുഹറിന്റെ സ്വല്പം മുമ്പായിട്ട് തന്നെ ചെയ്യണം. അത് ഏറ്റവും നല്ലത്. ളുഹാ നിസ്കാരം കഴിഞ്ഞാണ് ഈ ഉറക്കത്തിന് ഏറ്റവും നല്ലത്.
അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ജോലിക്കാരാകുമ്പോൾ എപ്പോഴൊന്നും പറ്റിക്കൊള്ളണമെന്നില്ല. എന്നാലും ഈ സംഭവം നമ്മുടെ മനസ്സിലുണ്ടാവുക, പറ്റാവുന്ന സാഹചര്യങ്ങളിൽ ഇത് നമ്മൾ ഉപയോഗിക്കാനും ശ്രമിക്കുക. എട്ടാമത്തെ കാര്യം, പകൽ സമയങ്ങളിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ അതീവ അതുമാത്രം ചിന്തിച്ച് നടക്കാതിരിക്കുക. ഭൗതികമായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് നടക്കാതിരിക്കുക. അങ്ങനെ ചിന്തിച്ചാലും നമുക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല. അപ്പൊ കച്ചവടക്കാരായ ആളുകൾക്ക് അതിൽ ലാഭം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ആലോചിക്കണ്ടേ? അത് ചെയ്യണം. ശരിക്കും സമ്പന്നനാവാൻ പാടില്ലാന്നോ, കാശ് ഉണ്ടാവാൻ പാടില്ലാന്നോ, കാശ് ഉണ്ടാക്കാൻ പാടില്ലാന്നോ അല്ല, സമ്പത്ത് മനസ്സിലേക്ക് വരരുത് എന്നതാണ് ഇവിടെ പ്രാമുഖ്യം. മനസ്സിലേക്ക് വരരുത് എന്നതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ ഞാൻ ആ കച്ചവടത്തിന് നിന്നാൽ എന്റെ ളുഹ്ർ ഖളാ ആകും എന്നുണ്ടെങ്കിൽ അവിടെ ളുഹ്ർ ഖളാ ആക്കിക്കൊണ്ട് നീ ആ സാമ്പത്തിക നേട്ടത്തിന് നിൽക്കരുത്. അതാ ഈ പറഞ്ഞതിന്റെ താല്പര്യമുള്ളൂ. ളുഹ്ർ ഒഴിവാക്കിയിട്ടാണ് നീ ആ സാമ്പത്തിക നേട്ടത്തിന് പോണെങ്കിൽ അതിൽ ഖൈറില്ല. അത് നീ ഭൗതികതക്കാണ് അവിടെ ഏറ്റവും പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഇങ്ങനെ പാടില്ല എന്നാണ്. അല്ലാതെ നമ്മളിപ്പോ കച്ചവടക്കാരന് ആ കച്ചവടത്തിൽ കൂടുതൽ ലാഭം ഉണ്ടാവണമെങ്കിൽ എന്താണ് അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളത് ചിന്തിച്ചില്ലെങ്കിൽ പിന്നെ അവന് ലാഭം ഉണ്ടാവില്ലോ. ആ അർത്ഥത്തിലല്ല സൂഫിയാക്കൾ പറയുന്നത്. ഒരു മനുഷ്യന് സമ്പത്ത് ഉണ്ടാവാൻ പാടില്ല എന്നല്ല, സമ്പത്ത് അവന്റെ കൽബിൽ കയറരുത്. സമ്പത്ത് കൽബിൽ കയറരുത്. ഒരു മകളെ കല്യാണം ആലോചിക്കുമ്പോ, ഒരു ചെക്കന് കല്യാണം ആലോചിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് എന്താണ്? നിങ്ങൾ ഏറ്റവും മുന്തിക്കേണ്ടത് തുങ്കഹുൽ മർഅതു ലി അർബഇ ഖിസാലിൻ ലിമാലിഹാ വലി ജമാലിഹാ വലി ഹസബിഹാ വലി ദീനിഹാ ഫൾഫുർ ബിദാത്തിദ്ദീൻ. സമ്പത്ത് നോക്കിയിട്ട്, തറവാട് നോക്കിയിട്ട് ഒക്കെ വിവാഹം ചെയ്യപ്പെടാറുണ്ട്. എന്നാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇതിൽ പരിഗണിക്കപ്പെടേണ്ടത് മതബോധമുള്ള പരനെയാണ്, മതബോധമുള്ള വധുവിനെയാണ്. ഇതല്ല നിങ്ങൾ പരിഗണിക്കുന്നത് എങ്കിൽ തെരിബതിയദാക്ക്, അവനാണ് നാശം എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മകന് നമ്മളൊരു പെണ്ണന്വേഷിച്ചു, കുടുംബം കുഴപ്പമില്ല, എല്ലാം ഉഷാറാണ്, നമുക്കൊക്കുന്നതായ സാമ്പത്തികമല്ല, അതിന്റെ പേരിൽ മാത്രം ആ പെണ്ണിനെ നിങ്ങൾ ഒഴിവാക്കരുത്. അത് നിങ്ങളുടെ നാശത്തിലേക്കാകുന്നു എന്നാണ്. ഇനി ഒരു ചെക്കനെ കണ്ടുവച്ചു, ചെക്കനാണ്, നല്ല പയ്യനാണ്, വേറെ ജോലിയുണ്ട്, പക്ഷെ നമ്മുടെ അത്ര സാമ്പത്തിക ശേഷിയില്ല, അതിന്റെ പേരിൽ മാത്രം ആ കൊച്ചിന് ആ ബന്ധം വേണ്ട എന്ന് വെക്കരുത്. സമ്പത്ത് മാത്രം ആലോചിച്ചുകൊണ്ട്, അതിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ ദീനിനെ പരിഗണിക്കാതെ ചെയ്താൽ അതിൽ നിങ്ങൾക്ക് നാശമുണ്ടാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. എന്നാ ജീവിക്കാൻ സമ്പത്ത് വേണം, അതിന് പ്രാമുഖ്യം കൊടുക്കരുത് എന്നേ പറഞ്ഞുള്ളൂ. 4 കാര്യത്തിന് വേണ്ടി വിവാഹം ചെയ്യപ്പെടുന്നു എന്നാണ്, പെടണം എന്നല്ല. പല ആളുകളും ഈ ഹദീസിനെ തെറ്റായി മനസ്സിലാക്കാറുണ്ട്. തുങ്കഹുൽ മർഅതു ലി അർബഅ ഖിസാലിൻ, 4 കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹം ചെയ്യപ്പെടുന്നു. ലിമാലിഹ, അവരുടെ സമ്പത്തിന് വേണ്ടി, അതേപോലെ തന്നെ അവരുടെ സൗന്ദര്യത്തിന് വേണ്ടി. തുങ്കഹുൽ മർഅതു അർബഅ ഖിസാലിൻ ലിമാലിഹ വലി ജമാലിഹ വലി ഹസബിഹ, അവരുടെ സമ്പത്ത്, സൗന്ദര്യം, അതേപോലെ അവരുടെ തറവാട്, ഇതിനു വേണ്ടിയൊക്കെ വിവാഹം ചെയ്യപ്പെടുന്നു. എന്നാൽ ഇതിനല്ല നിങ്ങൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്, മതബോധത്തിനാണ്. ഇനി ഇതെല്ലാം ഉള്ള ഒരു പെണ്ണാണോ ഏറ്റവും നന്നായി? ദീനിന് നിങ്ങൾ പ്രാമുഖ്യം കൊടുക്കണേ. ഇന്നെന്താന്ന് ചോദിച്ചാൽ ആ കുടുംബത്തിലൊരു സമാധാനം ഉണ്ടാകും. ദീനുള്ള ചെക്കന് നമ്മൾ കെട്ടിച്ചു കൊടുത്താൽ അവൻ ധൈര്യമായിട്ട് ഏത് വഴി പോയാലും, ഇനി പട്ടായയിൽ പോയാലും, അതാണല്ലോ വലിയ പ്രശ്നം, അവിടെ പോയാലും അവൻ വേണ്ടാത്തരത്തേക്കൊന്നും പോകില്ല. ഏത് തോന്നിവാസം ചെയ്യുന്ന നടക്കുന്ന സ്ഥലത്തേക്ക് പോയാലും, അവിടെയാണ് ജോലി എന്ന് പറഞ്ഞാലും അവൻ അതിൽ പോകൂല. അവൻ അള്ളാനെ ആ പേടി.
ദീനുള്ള പെണ്ണാണ് എങ്കിൽ ഏത് സ്ഥലത്തേക്ക് അവൾ ജോലിക്ക് പോയാലും അവളെ കുറിച്ച് നമ്മൾ ആകുലപ്പെടണ്ട. അവൾക്ക് നാട്ടുകാരല്ല പേടി, അവൾക്ക് പേടി അള്ളാഹുവിനെയാണ്. എന്താ എവിടേക്കും പൊക്കൂടെ? ഇതാണ് മതബോധം എന്നുള്ളതിന് ഇമ്പോർട്ടന്റ് കൊടുക്കാനുള്ള കാരണം. അതല്ല എങ്കിൽ ഭർത്താവിനെ കാണാതിരുന്നാ മതി, ഭാര്യ കാണാതിരുന്നാ മതി, കുടുംബക്കാര് കാണാതിരുന്നാ മതി, നാട്ടുകാര് കാണാതിരുന്നാ മതി, പിന്നെ എന്തുമാവാം എന്ന ഒരു ചിന്ത വരും. അതിനെല്ലാം പുറമെ അല്ലാഹ് കാണും എന്ന ഒരു ചിന്ത അവളുടെ കൽബിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. അത് ഉള്ളവരെ നോക്കണം. അപ്പൊ എട്ടാമത് പറഞ്ഞതായ കാര്യം, സമ്പത്തിന് ഭൗതികതക്ക് നീ അമിതമായിട്ട് പ്രാധാന്യം കൊടുക്കാതെ അതുമാത്രം ചിന്തിച്ചുകൊണ്ട് നീ നടക്കരുത്. അങ്ങനെ നടന്നാൽ നിനക്ക് ഉറക്കം നഷ്ടപ്പെടും. അവസാന ഭാഗത്ത് മാത്രമേ നിനക്ക് ഉറങ്ങാൻ കഴിയുള്ളൂ. നീ ഉണരാതെ അങ്ങ് ഉറങ്ങിപ്പോവുകയും ചെയ്യും. അതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വെളുപ്പിന് എഴുന്നേൽക്കാനുള്ള ഉപാധിയായി മഹാനവറുകൾ പറയുന്നത്. ഇത് നമ്മളിൽ ഇല്ലാത്തത് ഏതൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് നമ്മൾ തിരുത്താൻ ശ്രമിച്ചാൽ തീർച്ചയായും നമുക്ക് എഴുന്നേൽക്കാം. അപ്പൊ നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവുമ്പോ ഇത്രയും അടങ്ങാറാവണം ഉസ്താദെ. എല്ലാവരും ഫോണിലും ഇപ്പൊ അലാറല്ലേ, അലാരം വെച്ചാൽ പോരെ, പിന്നെ ധൈര്യമായിട്ട് എണീക്കാലോ. ശരിയാണ്, അതൊക്കെ ഒരു ഉപാധിയാണ്. അലാരം വെക്കും, അത് അടിക്കുകയും ചെയ്യും, എണീക്കാൻ തോന്നണ്ടേ? അലാരം അടിക്കും, 2 മിനിറ്റ് കഴിയട്ടെ എന്ന് വെക്കും, പിന്നെ ബാങ്ക് കൊടുത്തിട്ടായിരിക്കും എണീക്കണേ. അലാരം അടിച്ചതുകൊണ്ട് കാര്യമില്ല, നമുക്ക് എണീക്കാൻ തോന്നണം. ഉന്മേഷത്തോടുകൂടെ എണീക്കാൻ തോന്നണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ രാത്രിയിലുള്ളതായ ഈ നിസ്കാരം പരലോകത്തുള്ള ആ ഘട്ടങ്ങളിൽ നമുക്കൊരു നിധിയായി അല്ലാഹു തആല തിരിച്ചു തരും എന്നതാണ് മഹാന്മാര് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള നല്ല കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നവരാവാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. അല്ലാഹു തആല അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال علي بن زيد رحمه الله تعالى: كان إلى جانبي رجل ذمي وكنت في شهر ربيع الأول أدعو الفقراء وأعمل مولدا للنبي صلى الله عليه وسلم، فقال لي ذلك الذمي: لما تفعل في هذا الشهر دون غيره؟ فقلت: فرحا بمولد رسول الله صلى الله عليه وسلم لأنه ولد في هذا الشهر. فجعل يهزأ بي فعز علي ذلك، ووجدت من ذلك أمرا عظيما. فلما نمت في تلك الليلة رأيت رسول الله صلى الله عليه وسلم في المنام، فقال لي: ما بك؟ فأخبرته بخبري مع الذمي، فقال: لا تحزن فإنه يأتي إليك غدا وهو مؤمن. قال: فاستيقظت وقد تزايد وجدي وأنا أنتظر إنجاز وعدي، وسحب المدامع قد جرت على خدي، وإذا بالباب يطرق والذمي يقول: افتح، فقد زال صدى قلبي. إن كان الحبيب قد كان عندك فالبارحة قد كان عندي. قال: ففتحت له الباب فدخل وهو يقول: لا إله إلا الله محمد رسول الله. فقلت له: ما شأنك؟ قال: رأيت الليلة رجلا حسن الوجه طيب الرائحة عليم الهيبة أزج الحاجبين سهل الخدين، إذا تكلم فعليه البهاء وإذا صمت فعليه الوقار، حلو المنطق إذا طلع تقول هذا البدر المنير، وإذا مشى يفوه منه المسك والعنبر، ما أحسن وجهه وما أطيب رائحته. فأردت أن نقبل يديه، قال: أتقبل يدي وأنت على غير ديني؟ فقلت: من أنت الذي من الله علي بك؟ قال: أنا الذي أرسلت رحمة للعالمين، أنا سيد الأولين والآخرين، أنا محمد خاتم النبيين ورسول رب العالمين. فقلت: لا إله إلا الله محمد رسول الله. ففتح يديه وعانقني ثم قال: هذه الجنة وذاك القصر لك. فقلت: ما علامة ذلك؟ قال: أن تموت غدا. قال صاحب الحكاية: فبينما هو يحدثني وإذا بالباب يطرق وقائل يقول: إن كنت أنت حظيت يوما باللقاء
زال الجفا عنا وقد زال الشقاء فقلت له من هؤلاء قال زوجتي وبنتي قال فودخلتا وهما تقولان لا إله إلا الله محمد رسول الله فقال لهما كيف إيمانكما قالتا رأيناه كما رأيت رأي عين وإن كان وعدك بكسر فقد وعدنا بكسرين قال فمات الرجل في الوقت وفي الغد ماتت ابنته وفي اليوم الثالث ماتت زوجته رحمهم الله تعالى ورحمنا معهم الحمد لله الذي جعلنا من أمة محمد صلى الله عليه وسلم كلما ذكره الذاكرون وغفل عن ذكره الغافلون صلى الله على محمد. لي محيا ربيع القلب شهر المولد كل الأنام بذكر مولد أحمد يا رب صل جاءت لمولده الشريف بشائر وخوارق العادات ليلة مولدي يا رب صل منجي الخلائق من جهنم في غدي آياته والمعجزات كثيرة شهدت بصحتها عقول الحسد يا رب على النبي محمد البدر شق بأمره والشمس إذ غربت له ردت بغير تردد يا رب صل على النبي محمد منجي الخلائق من جهنم في غدي والوحش والأشجار قد سجدت له وعليه قد سلمنا بعد تشهدي يا رب منجي الخلائق من جهنم في غدي ومن اليسير سقى وأطعم جيشه حتى اكتفوا ويسيره لم ينفضي يا رب صل نبي محمد منجي الخلائق من جهنم في غدي وله الوسيلة والفضيلة والعلا ومقامه المحمود يوم الموعد يا رب صل للنبي محمد منجي الخلائق من جهنم في غدي أوصافه ما ينتهي تعدادها فالمدح يقصر عن بلوغ المقصد يا رب صل منجي الخلائق من جهنم في غدي يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي يا رب نبي محمد منجي الخلائق من جهنم
غدي قد هل بما قد علمت من الأذى والظلم والضعف الشديد فأسعدي يا رب للنبي محمد منجي الخلائق من جهنم في غدي ما لي سوى حبي لديك وسيلة فامنن علي بفضل جودك أسعدي يا رب على النبي محمد منجي الخلائق من جهنم في غدي إني نزيلك والنزيل لديك يا خير الأنام بكل خير يغتدي يا رب على النبي محمد منجي الخلائق من جهنم في غدي فعليك منا كل وقت دائما أزكى الصلاة مع السلام السرمدي يا رب على النبي محمد منجي الخلائق من جهنم في غدي وعلى صحابتك الكرام جميعهم والتابعين لهم بخير فاجهدي صلاة وتسليم وأزكى تحيتي على المصطفى صلوا عليه وسلموا اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് ഇതിലേക്ക് പലഹാരങ്ങൾ തന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഹലാലായ മുറാദുകളൊക്കെ വിടാൻ വേണ്ടി, പിന്നെ അതേപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ചെറിയൊരു സർജറി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വിജയകരമാവുന്നതിന് വേണ്ടിയൊക്കെ, അത് എളുപ്പമാവുന്നതിന് വേണ്ടിയൊക്കെയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ആ രണ്ട് ഉദ്ദേശങ്ങളും ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. കഴിഞ്ഞ നമ്മുടെ ഈ ക്ലാസ്സുകളിലേക്കൊക്കെ ചീരണി കൊണ്ടുവന്ന ഒരുപാട് പേരുണ്ട്. അള്ളാഹു അവരുടെയും എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. ഇനി അടുത്ത ക്ലാസ്സുകളിലേക്ക് ആരൊക്കെ ഇതിൽ ഉദ്ദേശിക്കുന്നുണ്ടോ അവരുടെയും എല്ലാ കാര്യങ്ങളും അള്ളാഹു തആല എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമീനായ അൽമൽക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടി പറഞ്ഞതിനെയും കേട്ടതിനെയും നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, സുബഹിന്റെ മുമ്പ് എണീറ്റ് ഇബാദത്ത് ചെയ്താലുള്ള, നിസ്കരിച്ചാലുള്ള നേട്ടങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. അത് എണീക്കാനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ട രീതിയെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചത്. പറയാനും കേൾക്കാനും എളുപ്പമാണ്. അല്ലാഹുവേ, ഇത് ജീവിതത്തിൽ കൊണ്ടു നടക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നിന്റെ മുത്തഖീങ്ങളിൽ നീ പെടുത്തണേ റഹ്മാനെ, സജ്ജനങ്ങളിൽ പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ദുനിയാവിൽ ഞങ്ങളെ സഹായിക്കാനും ഞങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരാനും ഒരുപാട് പേരുണ്ട്.
പരലോകത്ത് ആരാരുമില്ലാത്ത ആ ലോകത്ത് ഞങ്ങളെ നീ ഒറ്റപ്പെടുത്തരുതേ റഹ്മാനെ. അല്ലാഹുവേ, അവിടുത്തെ വിജയികളിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ആഖിറം വിജയിക്കാൻ എന്ത് അമലാണോ ഞങ്ങൾ ചെയ്യേണ്ടത് എങ്കിൽ ആ അമലിലേക്ക് ഞങ്ങളെ എല്ലാവരെയും നീ അടുപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇവിടെ എല്ലാ ആഴ്ചയും ക്ലാസ്സിൽ വരുന്ന സഹോദരന്മാര്, സഹോദരിമാര്, കുട്ടികൾ, പ്രായമുള്ളവർ എല്ലാവരെയും നിനക്കറിയാം. എല്ലാവർക്കും പല നിലക്കുള്ള വിഷമങ്ങളുള്ളവരുണ്ട്, രോഗങ്ങളുള്ളവരുണ്ട്, പ്രയാസങ്ങൾ, കടങ്ങളുള്ളവർ, വീടില്ലാത്തവർ, വാടക താമസിക്കുന്നവർ. പടച്ചവനെ, പല ജാതി വിഷമങ്ങൾ ദുന്യാവിൽ അനുഭവിക്കുന്നവരാണ്. എല്ലാവരുടെയും വിഷമങ്ങളെ നീ ദൂരീകരിക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് കടം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുടെ വീടാനുള്ള വഴി നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. പലിശയിൽ പെട്ടുപോയവരുണ്ട്, അതിൽ നിന്ന് കരകയറാനുള്ള വഴി കാണിച്ചു തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നിന്റെ മുത്തഖീങ്ങളിൽ നീ പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഇന്ന് പലഹാരങ്ങൾ നിന്ന് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ആ സഹോദരന്റെ ആവശ്യങ്ങളെ നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ആ ഹലാലായ ഉദ്ദേശം പ്രശ്നങ്ങളില്ലാതെ റാഹത്തായി ആ ഓപ്പറേഷൻ സക്സസ് ആക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മറ്റു അദ്ദേഹത്തിന്റെ ഹലാലായ ആ ഉദ്ദേശം നീ റാഹത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, കഫക്കെട്ട് കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കൊച്ചിന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, എല്ലാം നീ ശിഫയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, രോഗികളായിട്ടുള്ള പലരും ഇവിടെയുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ, ഉപ്പ, ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട പലരും അഡ്മിറ്റാണ്, പല ഹോസ്പിറ്റലുകളിലാണ്. അല്ലാഹുവേ, അവരുടെയൊക്കെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഗർഭിണികളായ സഹോദരിമാരും മക്കള്, ഭാര്യമാരുള്ളവരുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, സുഖപ്രസവം നൽകണേ റഹ്മാനെ. കൺകുളിർമയാകുന്ന സ്വാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് നൽകിയ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഓത്തുവള്ളിയിൽ പഠിച്ചുപോയ എല്ലാ മക്കളെയും നീ ഖൈറായ മക്കളാക്കണേ റഹ്മാനെ. ദീനിനും മാതാപിതാക്കൾക്കും ദുന്യാവിലും ആഖിറത്തിലും ഉപകാരമുള്ള നല്ല മക്കളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആന നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ റഹ്മാനെ. ദുന്യാവിൽ ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തോടെ ആഫിയത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അവസാനം മരണം ഖൈറാകുമ്പോൾ നീ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തും സമയത്തും ഇബാദത്തിലായി ആഖിബത്ത് നന്നാക്കി വെള്ളിയാഴ്ച രാവിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ പള്ളിക്ക് ചുറ്റും മറവട്ട് കിടക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ഇവിടെ ആമീൻ പറയുന്ന പലരുടെയും പിതാവുണ്ട്, ഉമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, ഭാര്യമാരുണ്ട്. അല്ലാഹുവേ, അവരുടെയൊക്കെ ബർസഖിയായ ലോകം നീ ഖൈറിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ പള്ളിക്ക് ചുറ്റും ഞങ്ങളും ഇതേപോലെ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയും ഇതുപോലെ ദുആ ചെയ്യുന്ന മക്കളെയും ഇതുപോലുള്ള സദസ്സിനെയും നീ ഉണ്ടാക്കി തരണേ റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا